പ്രിയപ്പെട്ട ആഷ്ലി, നിങ്ങളുടെ വരവ് ഒന്നുകൂടെ നേരത്തായിരുന്നുവെങ്കിൽ സ്ഥാനപ്പട്ടികയിൽ കൊമ്പന്മാരെ തലപ്പത്ത് കാണാമായിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ ചെണ്ടയായി ഓരോരുത്തരും എടുത്തു തള്ളിയ ബ്ലാസ്റ്റേഴ്സ് ആണെന്ന് ഓർക്കണം. ആ ബ്ലാസ്റ്റേഴ്സിനെയാണ് ആഷ്ലി വെസ്റ്റ്വുഡ് ചുമലിലേറ്റിയത്. അയാൾ താരങ്ങളിലേക്ക് പടർത്തുന്ന തന്ത്രത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ എതിരാളികൾ ഇപ്പോൾ നന്നെ പാടുപെടുകയാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 42-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ചതാണ്. എന്നാൽ അതൊന്നും ബ്ലാസ്റ്റേഴ്സിനെ തളർത്താൻ പോന്നതായിരുന്നില്ല. ക്ലോക്കിലെ സൂചികകൾ 73 മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും സ്കോർ ബോർഡ് മാറി മറഞ്ഞു. ബ്ലാസ്റ്റേഴ്സ് 3, മുഹമ്മദൻസ് FC 1. മത്സരത്തിന്റെ 21-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ത്രോയിൻ ലഭിക്കുന്നു. ഹോർമിപ്പാമെടുത്ത ത്രോയിൻ എത്തിയത് ഫ്രഞ്ചുവിലേക്ക്. അതേ വേഗതയിൽ അയാൾ തിരികെ നൽകുന്നു. പന്ത് കണക്ട് ചെയ്ത് ഒന്ന് മുന്നോട്ട് കുതിച്ച കെവിൻ യോക്കിലേക്ക് കൃത്യമായ ഒരു ക്രോസ് എത്തുന്നു. ഒറ്റക്കൊമ്പൻ തന്റെ ISL സീസണിലെ ആദ്യ ഗോൾ നേടിയെന്ന് കരുതിയതാണ്. എന്നാൽ അവിടെയും നിർഭാഗ്യത്തിന്റെ അവതരണം. കെവിൻ യോക്കെ ഹെഡിന് ശ്രമിച്ചെങ്കിലും ഗോൾ കീപ്പർ അവിടെ വീണ്ടും തട്ടിയകറ്റി. ബ്ലാസ്റ്റേഴ്സ് നിരന്തരം മുഹമ്മദൻസ് ഗോൾ മുഖം വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത്തവണ കെവിനായിരുന്നു. മുഹമ്മദൻസ് പ്രതിരോധത്തെ അതിസാഹസികമായി തളച്ചിട്ട് കെവിൻ യോക്ക് പന്തിനെ നിഹാലിലേക്ക് വെച്ച് നീട്ടുന്നു. നിഹാലിന്റെ ഷോട്ട് ബാറിനെ തൊട്ടുരുമ്മി വെളിയിലേക്ക് പോകുന്നു. എല്ലാ അർത്ഥത്തിലും മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ കൈകളിലാണ്. എന്നാൽ ഒരു ഗോൾ തേടിയുള്ള യാത്ര 42 മിനിറ്റ് വരെ നീളുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ പക്കലിലുള്ള കളി ഒരു നിമിഷം പെടുന്നനെ മുഹമ്മദൻസിന്റെ കളിയിലെ കാലുകളിലേക്ക് നീങ്ങുകയാണ്. മഹിദോഷിന്റെ ശരവേഗത്തിലുള്ള നീക്കം ഒരു വെടിയുണ്ട കണക്കിലാണ് അവസാനിച്ചത്, അതും വല തുളച്ചുകൊണ്ട്. എന്നാൽ ആ ഗോളിന്റെ ആവേശത്തിന് വെറും 2 മിനിറ്റിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ കെവിൻ യോക്ക് തന്റെ ചടുലമായ നീക്കത്തോടെ കുതിക്കുന്നു. പ്രതിരോധം തീർക്കാൻ അയാൾക്ക് മുമ്പിലുണ്ടായിരുന്നത് 3 താരങ്ങളായിരുന്നു. കെവിൻ യോക്കിന്റെ പാസ് ഫ്രഞ്ചുവിലേക്ക് എത്തിയത് തലച്ചോറിലേക്ക് പകരാൻ സമയമെടുത്തു. അല്പം മുന്നോട്ട് കയറി വന്ന ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കി മുഹമ്മദൻസ് ഉയർത്തിയ ലീഡ് ഫ്രഞ്ചുവിലൂടെ ബ്ലാസ്റ്റേഴ്സ് വെട്ടിപ്പിടിക്കുകയാണ്. സ്കോർ ബോർഡിൽ 1-1. എന്നാൽ അതുകൊണ്ടൊന്നും തീർന്നതായിരുന്നില്ല ആഷ്ലി വെസ്റ്റ്വുഡിന്റെ പടയോട്ടം. ക്ലോക്കിൽ 57 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്നു. വീണ്ടും ഇടത് വിങ്ങിലൂടെ കെവിൻ യോക്ക് പന്തിനെ കാൽക്കീയിലാക്കി മുന്നോട്ട് നീക്കി അളന്നു മുറിച്ച ഒരു ക്രോസ് നൽകുന്നു. ഗോളിനായി തക്കം പാർത്തിരിക്കുന്ന വിക്ടർ തലവെച്ച് ഗോൾ വല കുലുക്കുന്നു. സ്വന്തം തട്ടകത്തിൽ കയറി നരങ്ങാൻ നീയൊന്നും വളർന്നിട്ടില്ലെന്ന മുദ്രാവാക്യം ബ്ലാസ്റ്റേഴ്സും യോക്കും വിളിച്ചു പറയുകയാണ്. പിന്നെയും കടന്നു കഴിഞ്ഞ് ഒരുപാട് നിമിഷങ്ങൾ. മടക്ക ഗോളിനായി വിയർക്കുന്ന മുഹമ്മദൻസും ലീഡ് വർദ്ധിപ്പിക്കാൻ സർവ്വതും നൽകുന്ന ബ്ലാസ്റ്റേഴ്സും. എന്നാൽ രണ്ടിലൊന്നും ഒതുങ്ങുന്നതായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഈ പടയോട്ടം. ഇത്തവണ മുഹമ്മദൻസിന്റെ ബോക്സിൽ ഫ്രഞ്ചുവിന്റെ നീക്കം. ഇടതുവശത്തേക്ക് കുതിച്ച് പൊടുന്നനെ ഒരു ബാക്ക് ഹിൽ. സഹതാരങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയതും ക്രോസിന്റെ കൃത്യത അളന്നതും പെട്ടെന്നായിരുന്നു. ശ്രീകുട്ടനിലേക്ക് എത്തിയ പന്തിനെ അനായാസം അയാൾ വലയിലേക്ക് തട്ടിയിട്ടു. പിന്നെ താരങ്ങൾ കൂട്ടം ചേർന്നുള്ള ആ ഒരു സെലിബ്രേഷനും എത്തിയതോടെ കാര്യങ്ങൾ കളറായി. അവസാന നിമിഷം കെവിൻ യോക്കിനെ വീഴ്ത്തിയതിന് റെഫറി എന്തുകൊണ്ട് പെനാൽറ്റി വിധിച്ചില്ല എന്ന കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിലും ISL തുടങ്ങി അന്നു മുതൽ എതിരാളികളെക്കാൾ ഭയക്കേണ്ടത് റെഫറിമാരെയാണല്ലോ. എല്ലാത്തിനൊടുക്കം കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അന്തിമകാഹളം മുഴങ്ങുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ വിജയപാതയിൽ വിശ്വാസം അർപ്പിച്ചെത്തിയ ആരാധകരുടെ ആഹ്ലാദം മുഴക്കം. റെലഗ്രേഷന്റെ ഭീഷണിയിൽ അടിവാരത്തിരുന്ന അവരാണെന്നോർക്കണം. ഇത് ചാണക്യൻ ആഷ്ലി വെസ്റ്റ്വുഡിന്റെ മന്ത്രികവടയിലുണ്ടായ മായാജാലമാണ്. അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ നിന്ന് ഒരു പരാജയം പോലും ഈ ടീം അറിഞ്ഞിട്ടില്ല. ഈ വിജയം കൊമ്പന്മാരുടെ തുടർച്ചയായ 3ാം വിജയമാണ്. എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ്, റെലഗ്രേഷനൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് എഴുന്നള്ളണ്ട. ഇത് ഡേവിഡ് കാറ്റാല പരീക്ഷിച്ചു തോറ്റ ബ്ലാസ്റ്റേഴ്സ് അല്ല, ആഷ്ലി വെസ്റ്റ്വുഡ് മിനുക്കിയെടുത്ത ബ്ലാസ്റ്റേഴ്സ് ആണ്. ഈ ബ്ലാസ്റ്റേഴ്സിനെ നിങ്ങൾ പേടിക്കുക തന്നെ വേണം.